ഓണക്കാലത്തെ നാലാമത്തെയും ഓണം റിലീസായിട്ട് ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളിൽ രണ്ടാമത്തെയും സിനിമയാണല്ലോ ബാഡ് ബോയ്സ്. റഹ്മാനെ നായകനാക്കി ഒമർ ലുലു സംവിധാനം ചെയ്ത റഹ്മാനെ കൂടാതെ ധ്യാൻ ശ്രീനിവാസൻ, ബാബു ആന്റണി, ബിബിൻ ജോർജ് തുടങ്ങി വലിയൊരു അഭിനേതാക്കളുടെ നിര കാണാനായിട്ട് കഴിഞ്ഞ സംവിധായകൻ സ്വയം വിശേഷിപ്പിച്ചതുപോലെ മിനി 2020 ആയിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ കൂടിയാണ് ബാഡ് ബോയ്സ്. ഒരു പക്ക ഫാമിലി ആക്ഷൻ കൊമേഴ്ഷ്യൽ എന്റർടൈനർ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ഈ മലയാളം സിനിമയ്ക്ക് തിയേറ്ററുകളിലെ നല്ല അഭിപ്രായങ്ങളല്ല ആദ്യ ദിവസം ലഭ്യമായത്. നെഗറ്റീവ് അഭിപ്രായങ്ങൾ, ബിലോ ആവറേജ് അഭിപ്രായങ്ങളായിരുന്നു ലഭ്യമായത്. ഇപ്പോഴത്തെ സിനിമയുടെ കേരള ട്രാക്കിംഗ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 9 ലക്ഷത്തിന് മുകളിലേക്ക് സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ് ആദ്യ ദിവസം എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് സിനിമയ്ക്ക് ആദ്യ ദിവസം 20 ലക്ഷത്തോളം രൂപ കേരള ഗ്രോസ് ആണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. സിനിമയുടെ അണിയറ പ്രവർത്തകർ കുറച്ചധികം ഹൈപ്പെല്ലാം തന്നെ സിനിമയ്ക്ക് നൽകിയിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഒട്ടും മികച്ച കളക്ഷൻ അല്ല. എന്നാൽ അതേസമയം ഒരു ഹൈപ്പും ഇല്ലാതെയായിരുന്നു സാധാരണ ജനങ്ങൾക്കിടയിൽ ഈ സിനിമ എത്തിയത്. അത് വെച്ച് നോക്കുമ്പോൾ ഒരു ഓക്കെ ലെവൽ കളക്ഷൻ ആണ് ബാഡ് ബോയ്സ് ആദ്യ ദിവസം നേടിയെടുത്തിരിക്കുന്നത്. ഓണക്കാലത്ത് മറ്റ് സിനിമകളോടൊപ്പം സിനിമയ്ക്ക് തിയേറ്ററുകളിൽ എത്രത്തോളം ലക്ഷങ്ങൾ വരുന്നു എന്നതിനനുസരിച്ചായിരിക്കും സിനിമയുടെ ഫൈനൽ കളക്ഷൻ വരിക. നമുക്ക് കാത്തിരിക്കാം സിനിമയുടെ ഫൈനൽ കളക്ഷൻ എല്ലാം തന്നെ 1 കോടി കടക്കുമോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട്.